പഴം മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ചൂടാ തിരൂരിൽ കേട്ടോ. നമ്മൾ പാലക്കാടാണ് കൂടുതൽ ചൂടെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്തോറും ചൂട് കൂടി വരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, നല്ല തിരക്കാണ്. ഈ പഴം മാർക്കറ്റിലൊക്കെ നല്ല തിരക്കാല്ലേ? നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഹംസ ജയിക്കും. പ്രചാരണമൊക്കെ എങ്ങനെ? നല്ല ചൂടാണ്, നല്ല ചൂടായിട്ട് പ്രചരണമൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ. ഈ ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെ? ആ ഭാഗത്ത് ദയവേത് വേണ്ട, ആ കാര്യം പറയല്ലേ. കുറിച്ച് പറയാനല്ല, നോമ്പ് കഴിഞ്ഞാലേ ചൂടാവുള്ളൂ. ഈ പെരുന്നാൾ കഴിയണം. അതുവരെ സ്ഥാനാർത്ഥി അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പ്രജകളുണ്ടല്ലോ, അവരൊക്കെ പെരുന്നാൾ കഴിഞ്ഞു. നിങ്ങൾ ഈ മാർക്കറ്റിൽ പല പല ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ, അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുമല്ലോ. നിങ്ങൾക്ക് എന്താ ആവശ്യങ്ങളോ? ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യം തന്നെ കുറച്ചാളും കൂടി കിട്ടിയാലും ഒന്നും കൂടി തിരക്ക് കൂടുന്നല്ലാതെ. ഇല്ല, കച്ചവടക്കാരനല്ല ആവശ്യം. കച്ചവടക്കാരന്റെ ആവശ്യം കച്ചവടം നടക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ആവശ്യം. രാഷ്ട്രീയം എന്നുള്ള പേര് നമ്മൾ പറയുമ്പോൾ തന്നെ വേണ്ട, അത് സംസാരിക്കണ്ട എന്ന് പറയുന്ന കുറേ പേര് ഇവിടെ കണ്ടു. പക്ഷെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചൂടൊക്കെ ഈ നോമ്പ് കഴിഞ്ഞാലേ തിരൂരിലും മലപ്പുറത്തും ഒക്കെ അത് കൂടി വരുള്ളൂ എന്നാണ് പറയുന്നത്. സൈക്കിൾ യാത്ര തിരൂർ മാർക്കറ്റിലാണുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ ഇല്ലാത്ത പച്ചക്കറി ഒന്നും ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലാ ഐറ്റം പച്ചക്കറികളും ഇവിടെ ഉണ്ട്. നമുക്ക് ആ കച്ചവടക്കാരിലേക്കൊക്കെ പോവാം. ഉച്ചയാണ്, നല്ല വെയിലുണ്ട്. പക്ഷെ ആ വെയിലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കച്ചവടം ഇവിടെ ഇങ്ങനെ പൊടിക്കാണ്. ഇക്കാ എന്നാണ്ട് സാറാണ്? നോമ്പിന്റെയും കൂടി സമയമാണ്. നോമ്പിന് കച്ചവടമൊക്കെ പൊതുവേ മോശമാണ്. എന്നാലും വേണ്ടിയില്ല, റെഡി ആയിക്കോളൂ. നല്ല ഫ്രഷ് സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. ഫ്രഷ് സാധനം ഫുള്ള് ഫ്രഷ് ആണ്. വിലയൊക്കെ മൊത്തത്തിലേക്ക് വിലയൊക്കെ വളരെ കമ്മിയാണ്. എല്ലാവർക്കും എല്ലാം വാങ്ങാം. വെണ്ടയ്ക്കുണ്ട്, പാവയ്ക്കുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്ത എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത നാവൽഭാഗം വരെ ഉണ്ട്. പിന്നെ എന്താ ഇനി ഇല്ലാത്തത്? ഒരു കിറ്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഒരു കിറ്റ് 100 രൂപ ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിപ്പോ. 50 രൂപ തന്നാ മതി. മതിയാ? എനിക്ക് സ്പെഷ്യൽ ഓഫറാ. സന്തോഷം. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഉഷാറാവോ? തെരഞ്ഞെടുപ്പ് എന്താ പറയാന്? അത് എങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്കൊക്കെ അറിയുന്ന കേസല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇല്ല, മാറ്റം ഉണ്ടാവില്ല. അയ്യേ, എവിടെയൊക്കെ മാറുന്നു. ഇപ്പഴത്തേക്ക് വരുമ്പോ നമുക്ക് പഴമുണ്ട്, ഈ പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം പൊളിഞ്ഞു കൊണ്ടിരിക്കുക നമ്മള്. എന്നാ തെരഞ്ഞെടുപ്പിന് BJP വേണം, വന്നാലേ നമുക്ക് എന്തെങ്കിലും രക്ഷ കിട്ടുള്ളൂ. അല്ല മറ്റൊരൊന്നും വന്നിട്ട് രക്ഷയില്ല. കുറെ കാലം അവരെ വരിച്ചു നോക്കി, നമുക്കൊരു രക്ഷയും കിട്ടിയില്ല. എങ്ങനെയാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ മൊത്തത്തിൽ? തെരഞ്ഞെടുപ്പ് ഇതാ പൊന്നാണി നിയോജക മണ്ഡലം നമ്മുടെ സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമാധാനി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അപ്പൊ ഇങ്ങനെയാണ് തിരൂരിലെ വിശേഷങ്ങൾ. വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കണോ, അതാണ് നമുക്ക് പറയാനുള്ളത്. യൂണിയൻ മുസ്ലിം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി 2 മണ്ഡലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വിശേഷങ്ങൾ. ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ ആ മാർക്കറ്റിലെ വിശേഷങ്ങളും അവരുടെ കച്ചവട വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് കേട്ടത്. യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളും ഒപ്പം ചെരുപ്പും മറ്റ് കോസ്മെറ്റിക് ഐറ്റംസും ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ആളുകളുടെ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷയെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പം പോയാലോ? സുഖല്ലേ? നോമ്പൊക്കെയാണ്, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുറവാണ്, ആളില്ല. നോമ്പ് സമയത്ത് പൊതുവെ അങ്ങനെയാണോ? പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂട്? ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കാനാ സാധ്യത? പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നുമില്ല. ഏതായാലും നല്ല പാർട്ടി വരട്ടെ, അത് മാത്രമല്ല. വേറെ ഭയങ്കര ചൂടാണല്ലോ. ഈ ചൂടത്തെ ആൾക്കാർ വരണ്ടേ? കച്ചവടം ഡള്ളാണ്. ഈ സീസൺ ആയിട്ടില്ല. പെരുന്നാളിന്റെ അടുത്ത് ഒരു 10-20 ദിവസം കഴിയണം, എന്നാലേ കച്ചവടം ചൂട് പിടിക്കുകയുള്ളൂ. മനുഷ്യന്റെ ചൂടല്ലാതെ ഇപ്പോഴത്തെ ചൂടിന് വേറൊരു ചൂടും ഇല്ല. വേറൊരു ചൂടും കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പ് വരെയാണ്. ഓക്കെ വെൽക്കം, വരട്ടെ. ഏത് പാർട്ടി ജയിക്കുന്നു പറയാൻ പറ്റുമോ? അത് പറയാനും പാടില്ല, പറയില്ല. നോമ്പാണ്, ചൂടാണ്. കോലം കണ്ടില്ല, ചൂടായി. എന്താ പറഞ്ഞത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടും പാടല്ല.
അതാണ് തെരഞ്ഞെടുപ്പ് ചൂടാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക ഇഷ്ടമുണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ല, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തില്ല. നമ്മള് വോട്ട് ചെയ്യലുണ്ട്, നമ്മളിഷ്ടം. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടോ ഈ സ്ഥാനാർത്ഥികളുടെ അടുത്ത് പറയാൻ? എന്ത് സ്ഥാനാർത്ഥിന്റെ രാവിലെ പണിക്ക് വരണം, വൈകുന്നേരമായ പെരയിൽ പോകണോ, എന്താണ് വേറെന്ത് സ്ഥാനാർത്ഥി? നിങ്ങൾ ഈ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ഇപ്പൊ ഇലക്ഷന്റെ സമയല്ലേ രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ. ഏത് പാർട്ടി വരും എന്നാണ് ആലോചിക്കുന്നത്? ഏത് പാർട്ടി വരും എന്നാണ് തോന്നുന്നത്? എങ്ങനെ കേന്ദ്രത്തിലോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരും BJP വരുവാറല്ലേ ഒരു പ്രാവശ്യം കൂടെ? അറിയില്ല, നമുക്ക് അത്ര തന്നെ പറയാൻ ഞാൻ യോഗ്യനല്ല. അല്ല, അത്ര സ്പിരിറ്റ് ഇല്ല. വോട്ട് ഈ മണ്ഡലത്തിലാണോ? പൊന്നാനിയില്. ആര് വരും പൊന്നാനിയില്? പൊന്നാനിയിൽ ഇപ്പൊ എന്താ പറയല്? ഇതുവരെ വന്നത് പാരാ ലീഗാണ് വന്നത്. വന്നോടത്തോളം സമാധാനം വരും, ഉറപ്പാണ്. സമാധാനം വരും. പൈസ ആരടുത്താണ് കൂടുതലുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് വരും. അപ്പൊ എന്നോട് ഒരു പാർട്ടിക്കാരൻ ചോദിച്ചു 2 വോട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് തമ്മിൽ അറിഞ്ഞാൽ മതിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചോ? അതേത് പാർട്ടിക്കാരൻ? അല്ല, അത് പറയണത് മോശല്ലേ, അത് പറയാൻ പാടില്ല. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു മാത്രം. അത് പറയണോ? പറയണ്ടേ? പക്ഷെ ആളെ പറയണ്ടല്ലോ. അത് വേണ്ട. അല്ല, അത് പറയണ്ടേ, 2 തരുമെന്ന് വെച്ച്. അപ്പൊ ഞാൻ അല്ല അത് നമുക്ക് ആലോചിക്കാന്നും പറഞ്ഞു. അതാണ് അതിന്റെ. അപ്പൊ പൈസ തരാന്ന് പറഞ്ഞു. അല്ല, പൈസനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതല്ല മാറ്റി പറയണ്ട, കാണാന്ന് പറഞ്ഞു. സമയമുണ്ടല്ലോ. അല്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഏത് പാർട്ടി അനുഭാവിയാ? ഞാൻ BJP അനുഭാവിയാ. അങ്ങനെ അതുകൊണ്ടാണല്ലോ 2 വോട്ട് തരുമെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം, സമയമുണ്ടല്ലോ. സമാധാനിക്ക് വയസ്സാമർത്ഥ്യമുള്ള ആളാ. വാക്കുകൾ കൊണ്ട് എല്ലാ ആരെ വോട്ടും പിടിക്കാൾക്കാർ കഴിവുണ്ട് അയാൾക്ക്. അത് സമാധാനം വരിക തീർച്ചയായും ഉറപ്പാണ്. അപ്പം നിങ്ങള് ഈ വരുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരെ ബുദ്ധിമുട്ട് അവര് തന്നെ തീർത്താൽ മതി. ജനങ്ങളെ ബുദ്ധിമുട്ടൊന്നും തീർക്കാൻ അവരെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നമ്മളിപ്പോ എന്തിനാ ഇവരെ ജയിപ്പിച്ച് വിടുന്നത്? പാർലമെന്റിനാണ്. അതെല്ലാം വെറുതെയാണ്. ജനങ്ങളെ കാര്യങ്ങളിൽ എന്താണ് ഈ വോട്ട് മേടിക്കാൻ നേരത്ത് മാത്രമല്ലാണ്ട് എന്ത് കാര്യത്തിനാവും ഈ നേതാക്കന്മാരെ കൊണ്ട് കെട്ടുക? അതൊരു കാര്യമില്ല. അങ്ങനെയല്ല, അങ്ങനെ അഭിപ്രായത്തിനോട് നമുക്ക് യോജിപ്പില്ല. രാഷ്ട്രീയമാണല്ലോ ഇപ്പൊ, നമ്മള് രാഷ്ട്രീയക്കാരല്ലേ ഇപ്പൊ ഭരിക്കണത്. അപ്പൊ നമ്മള് അതിന് അങ്ങനെ ഈ പറഞ്ഞ അഭിപ്രായത്തോടെ നമുക്ക് യോജിപ്പില്ല. അപ്പൊ അവർക്ക് സീറ്റില്ലാത്തതിന്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞാണ് മൂപ്പര് പറഞ്ഞ രാഷ്ട്രീയം. മൂപ്പർക്ക് കേരളത്തില് BJP ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടന് രാഷ്ട്രീയം ഉണ്ടോ? CPM-കാരനാണ്. CPM-കാരനാണ്. അതാണ് ഇവിടെ CPM-കാരനെയും BJP-കാരനെയും ലീഗുകാരനെയും എല്ലാരും നമ്മൾ കണ്ടു. അപ്പോ അങ്ങനെ ഇവിടെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചയാണ്. ഈ വേനൽ ചൂടിനൊപ്പം തന്നെ വലിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റാണ്. അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലല്ലേ സ്ഥാനാർത്ഥികളെ കുറിച്ചും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും ഒക്കെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകർക്ക് വ്യക്തമായല്ലോ. ഞാൻ ഇനി സ്മിതയും വിനീതയും തപ്പി പോവാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം. അങ്ങനെ നമ്മള് മാർക്കറ്റ് അങ്ങ് കവർ ചെയ്തു അല്ലേ? മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരുടെ സ്ഥലങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചെന്ന സ്ഥലത്ത് അവിടെ വലിയ രാഷ്ട്രീയ വാക്പോരൊക്കെ നടന്നു. ചൂട് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. ഞാൻ പോയെടുത്ത് ഫ്രൂട്ട്സിന്റെ അവരോട് രാഷ്ട്രീയം ചോദിച്ചപ്പോ അവര് പറഞ്ഞ വെറുതെ ആവശ്യമില്ലാണ്ട് കച്ചറയാക്കണ്ട. ഞാൻ പക്ഷെ പച്ചക്കറി മാർക്കറ്റിലാണ് പോയത്. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ അവർ വളരെ കൃത്യമായി. അതെ, ഞാൻ പോയത് തുണിത്തരങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലാണ്. അവിടെയും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു അടിയുടെ വക്ക് വരെ എത്തി. നമ്മള് പോയെടുത്ത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ട്സിന്റെ തിരക്കുണ്ട്, അത് വാങ്ങാനെത്തുന്നവരെ. അങ്ങനെ നല്ല രസമായിരുന്നു. തിരൂർ മാർക്കറ്റ്, അവിടുത്തെ ആളുകളുടെ സ്നേഹമൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ്. സ്മിത, അപ്പൊ നമുക്കിനി യാത്ര തുടരാം.